ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ റോളിംഗ് കോണ്ടാക്ട് ബിയറിങ്സിൻ്റെ ഡിസൈനെ പറ്റിയാണ്. അപ്പം ഈ സെക്ഷനിൽ മെയിനായിട്ട് നമുക്ക് മൂന്ന് കാറ്റഗറിയിലാണ് നമുക്ക് പ്രോബ്ലംസ് വരുന്നത്. ഒന്ന്, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബിയറിംഗ് സെലക്ട് ചെയ്യാനുള്ള ടൈപ്പ് പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ റിലയബിലിറ്റി ലൈഫ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആകാം, അതല്ലെങ്കിൽ സൈക്ലിക് ലോഡ് വരുന്ന കേസിൽ പ്രോബ്ലം ആകാം. അപ്പം ഈ മൂന്ന് കാറ്റഗറി പ്രോബ്ലം നമ്മൾ 3 ലെക്ചറായിട്ട് ഡിസ്കസ് ചെയ്യും. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ഗിവൺ കണ്ടീഷനിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് തന്നെ നമുക്ക് ബോൾ ബിയറിംഗും ഉണ്ട്, അതുപോലെ തന്നെ റോളർ ബിയറിംഗും ഉണ്ട്. അപ്പം ഏതാണെങ്കിലും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബിയറിംഗ് സെലക്ട് ചെയ്യണം. ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ലോഡ് കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബിയറിംഗ് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിലായിരിക്കും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി എപ്പോഴും നമുക്ക് ബിയറിങ്ങിൽ ഏതൊക്കെ ടൈപ്പ് ലോഡുകൾ വരുന്നുണ്ടെന്ന് ആദ്യം അറിയണം. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം പറയുന്നത്. ബിയറിങ്സിൽ ഇപ്പോൾ റോളിംഗ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ബോൾ ബിയറിങ്ങിൽ മെയിനായിട്ടും വരുന്ന 2 ടൈപ്പ് ലോഡുകളാണ്. ഒന്ന് വരുന്നത് അതിൻ്റെ ആക്സിയൽ ലോഡ് വരാം. ആക്സിയൽ അതായത് ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിട്ടുള്ള ഡയറക്ഷനിൽ ലോഡ് വരാം. അതിനെ ആക്സിയൽ ലോഡ് എന്ന് പറയും. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് FA എന്നായിരിക്കും, ആക്സിയൽ ലോഡ് FA. ആൻഡ് ദി സെക്കൻഡ് ടൈപ്പ് ഓഫ് ലോഡ് ഈസ് റേഡിയൽ ലോഡ്. അത് ബിയറിങ്ങിൻ്റെ റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡിനെയാണ് നമ്മൾ റേഡിയൽ ലോഡ് FR എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ലോഡുകളുമാണ് മെയിനായിട്ടും ഒരു റോളിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിനകത്ത് ആക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്ക് റോളിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാനൊരു വ്യൂ വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കി, ഇപ്പോൾ ഇതാണ് ഒരു ബിയറിങ്ങിൻ്റെ സെക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഞാനിവിടെ റോളേഴ്സ് അല്ലെങ്കിൽ ബോൾസ്, അത് റോളർ ആവാം അല്ലെങ്കിൽ ബോർഡർ ആവാം, ഞാനത് വരച്ചിട്ടുണ്ട്. ഇതിനകത്താണ് എന്ത് വരുന്നത്, ഷാഫ്റ്റ് വരുന്നത്. നോർമലി ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് സർഫസിനെ നമ്മൾ പറയുന്നവരാണ് ഇന്നർ റേസ് എന്ന് പറയും, ഇന്നർ റേസ്. അപ്പോൾ നോർമലി എപ്പോഴും ഒരു റോളിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിൻ്റെ ഇന്നർ റേസ് ആയിരിക്കും റണ്ണിങ് കണ്ടീഷനിൽ ഉണ്ടാകും. നോർമൽ കേസിൽ നമ്മൾ യൂഷ്വലി എങ്ങനെയായിരിക്കും, ഇന്നർ റേസ് റേസിങ് ആയിരിക്കും. ഔട്ടർ റേസ് എന്ന് പറയുന്നതിനാണ് ഔട്ടർ റേസ് എന്ന് പറയുന്നത്. ഔട്ടർ റേസിനെ നമ്മൾ യൂഷ്വലി സ്റ്റേഷനറി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്, അൺലെസ് സ്പെസിഫൈഡ് നമുക്ക് കണ്ടീഷൻസ് തിരിച്ചു വരാം. ചില കേസിൽ ഔട്ടർ റേസ് ആയിരിക്കും റോട്ടറി, ഇന്നർ റേസ് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. അപ്പം അങ്ങനെ 2 കണ്ടീഷൻസ് വരും. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ എൻ്റെ ഷാഫ്റ്റും ബിയറിങ്ങും തമ്മിൽ പോയിന്റ് കോണ്ടാക്റ്റ് വരുന്നത്. അതായത് റോളിംഗ് കോണ്ടാക്റ്റ് ആണ് വരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സ്ലൈഡിങ് കോണ്ടാക്ട്. സ്ലൈഡിങ് കോണ്ടാക്റ്റിൽ നമ്മുടെ ഷാഫ്റ്റും ബിയറിങ്ങും തമ്മിൽ സ്ലൈഡ് ചെയ്താണ് കോണ്ടാക്റ്റ് ഫോം ചെയ്യുന്നത്. ഇവിടെ റോളിംഗ് കോണ്ടാക്റ്റ് ആണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ തിയറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പോൾ ഞാൻ ഡിസൈൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇത്തരം കേസിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ നോർമലി നമുക്ക് ആക്സിയൽ ലോഡും റേഡിയൽ ലോഡും ഗിവൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ബിയറിംഗ് സെലക്ട് ചെയ്യണം. അപ്പം ബിയറിംഗ് സെലക്ട് ചെയ്യുന്നതിന് ഇപ്പോൾ നമുക്ക് ഈ ബിയറിങ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. സിംഗിൾ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ റോ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് ഉണ്ട്, ആംഗുലാർ ഉണ്ട്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പം നോർമലി നമുക്ക് എപ്പോഴും സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത് സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇപ്പം ഈ ഒരു സിസ്റ്റത്തിൽ ഈ 2 ടൈപ്പ് ഓഫ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ 2 ടൈപ്പ് ഓഫ് ഫോഴ്സിനെയും ഈക്വലൻ്റ് ഫോഴ്സ് ആക്കി മാറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് ഗിവൺ കണ്ടീഷൻസ് വരെ, ഇപ്പം എൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് നമുക്ക് RPM തന്നിട്ടുണ്ടായിരിക്കും. അത് വെച്ചുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളായിരിക്കും നോർമലി തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യണം. അപ്പം ഇത്തരം പ്രോബ്ലംസിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ബിയറിങ്സ് എങ്ങനെ സെലക്ട് ചെയ്യണം. ആക്ച്വൽ കേസിൽ നമുക്കിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മഹാദേവൻ DataBook യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നിങ്ങൾ ബിയറിങ്സിൻ്റെ സെക്ഷനിൽ വരുവാണെങ്കിൽ ബിയറിങ്സിൽ റോളിംഗ് കോണ്ടാക്ട് ബിയറിങ്ങിൻ്റെ ടൈപ്സ് കൊടുത്തിരിക്കുന്ന പേജസ് എന്ന് പറയുന്നത് 387 തൊട്ട് ഇങ്ങോട്ട് പല കാറ്റഗറി ഓഫ് ബിയറിങ്സ്, പല റേഡിയസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പല ടൈപ്പ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് ഉണ്ട്, അത് തന്നെ സീരീസ് ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് തന്നെ സീരീസ് 62 ഉണ്ട്.
സീരീസ് 63 ഉണ്ട്. പിന്നെ സെൽഫ് അലൈനിങ് ബോൾ ബിയറിങ്സ് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ റോ ആംഗുലാർ കോണ്ടാക്ട് ബിയറിംഗ് സീരീസ് 72B ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഡബിൾ റോ ആംഗുലാർ കോണ്ടാക്ട് ബോൾ ബിയറിംഗ് സീരീസ് 33A ഉണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റഡ് സീരീസ് മാത്രമേ നമ്മുടെ മഹാദേവൻ ഡേറ്റാ ബുക്കിലുള്ളൂ. 62 ഇപ്പോൾ സിംഗിൾ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് പറയുകയാണെങ്കിൽ നമുക്ക് 62 സീരീസും 63 സീരീസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ ചെയ്യുന്നത് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബിയറിംഗ് അങ്ങ് സെലക്ട് ചെയ്യും. അപ്പം ബിയറിംഗ് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയമീറ്റർ ഗിവൺ ആയിരിക്കണം. ഡയമീറ്റർ ഗിവൺ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി ബിയറിംഗ്, ഇപ്പം പേജ് 387 തൊട്ട് നമുക്ക് പല കാറ്റഗറി ഓഫ് ബിയറിങ്സ് 387, 388, 389 എന്ന് പറഞ്ഞ പേജുകളിലെല്ലാം പല കാറ്റഗറി ഓഫ് ബിയറിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഗിവൺ ഡയമീറ്ററിന് ഏത് ടൈപ്പാണോ ഒരു ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിയറിംഗ്, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക, ഇപ്പോൾ എനിക്കുള്ളത് സിംഗിൾ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് വിത്ത് എ ഡയമീറ്റർ ഓഫ് 70 mm ആണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, പേജ് 387 വന്നു. പേജ് 387 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് കൊടുത്തിട്ടുണ്ട് സീരീസ് 62. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷാഫ്റ്റ് ഡയമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എഴുതിയ ഷാഫ്റ്റ് ഡയമീറ്റർ 70. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് ബിയറിംഗ് സെലക്ട് ചെയ്യാം? ബിയറിംഗ് നമ്പർ എത്രയാണ്? ISI നമ്പർ 70BC02 SKF 6214 എന്ന് പറയുന്ന ബിയറിംഗ് സെലക്ട് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാറ്റിക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും ഡൈനാമിക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയും നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ഇത് 62 സീരീസാണ്. ഇതേ ഡയമീറ്റർ നിങ്ങൾക്ക് 63 സീരീസ്, ഇത് 388 63 സീരീസ് അവിടെ നോക്കുകയാണെങ്കിൽ ബിയറിംഗ് നോക്കിയാൽ 70BC03, അവിടെ BC02 ആയിരുന്നു, ഇവിടെ BC03 ആയി. അവിടെ നിങ്ങൾക്ക് സിമിലർലി C0യും Cയും രണ്ട് വാല്യൂസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് സ്യൂട്ടബിളായിട്ട് ഡയമീറ്റർ ഗിവൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 62 സീരീസോ അല്ലെങ്കിൽ 63 സീരീസോ അത് അവരവർക്ക് സ്യൂട്ടബിളായിട്ടുള്ള ബിയറിംഗ് സീരീസ് ചൂസ് ചെയ്യാം. ഇപ്പോൾ നോർമൽ കേസിൽ ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ള, അപ്പം ഒരു ക്വസ്റ്റ്യൻ ഗിവൺ ആയിരിക്കും, ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയമീറ്ററിനെ പറ്റി ഒന്നും പറയത്തില്ല. പകരം അവർ തരുന്ന ഡേറ്റാസ്, ഒന്ന് ആക്സിയൽ ലോഡ്, 2 റേഡിയൽ ലോഡ്, ദെൻ ഈ ബിയറിങ്ങിൻ്റെ ആവറേജ് ലൈഫ് ഒരു ക്വസ്റ്റ്യൻ തരും, ആവറേജ് ലൈഫും തരും. അപ്പോൾ ആവറേജ് ലൈഫ് യൂഷ്വലി നമുക്ക് എപ്പോഴും തരുന്നത്, ബിയറിങ്ങിൻ്റെ ആവറേജ് ലൈഫ് നമുക്ക് യൂഷ്വലി എപ്പോഴും തരുന്നത് ഇത്ര അവേഴ്സ് പെർ ഡേ എന്നും പറഞ്ഞ കാര്യം പറയും. ഇത്ര അവേഴ്സ് പെർ ഡേ ഫോർ 5 years അല്ലെങ്കിൽ 6 years ഫോർ ദിസ് മച്ച് ഇയേഴ്സ്, 4 years എന്നും പറഞ്ഞ് സം വാല്യൂം തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം നമ്മളിതിനകത്തുനിന്ന് ലൈഫ് ഇൻ അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ലൈഫ് ഇൻ അവേഴ്സിൽ എത്ര ലൈഫ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ എനിക്ക് 10 hours per day ആണ് അതിൻ്റെ ആവറേജ് ലൈഫ്. അങ്ങനെ ഇത് 5 yearsലേക്ക് ഓപ്പറേറ്റ് ചെയ്യണം. 5 yearsലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ LH എന്ന് പറയുന്നപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ലൈഫ് എന്ന് പറയുന്നത് 10 hours per day, ഒരു ദിവസം 10 hour. അങ്ങനെ എത്ര ദിവസമുണ്ട്? ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. പക്ഷേ നമ്മൾ വർക്കിംഗ് ഡേയ്സ് മാത്രം കണക്ക് കൂട്ടുവാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 65 ഹോളിഡേയ്സ് ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 300 × 365 ഇട്ട് ചെയ്താലും തെറ്റൊന്നുമില്ല. 300 × 5. അപ്പോൾ ഒരു ദിവസം 10 hour, അങ്ങനെ 300 ദിവസം, അങ്ങനെ 5 വർഷത്തേക്ക്. ഇതായിരിക്കും ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ലൈഫ് ഇൻ അവേഴ്സിൽ കിട്ടി. പക്ഷേ നമുക്ക് കാൽക്കുലേഷൻ എല്ലാം വേണ്ടത് ലൈഫ് ഇൻ അവേഴ്സ് അല്ല, ലൈഫ് ഇൻ മില്യൺസ് ഓഫ് റെവല്യൂഷനിലാണ് വേണ്ടത്. മില്യൺസ് ഓഫ് റെവല്യൂഷൻ. ഇപ്പോൾ ഞാനിത് പ്രോബ്ലം ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ ആവറേജ് ലൈഫ്, ബിയറിംഗ് ലൈഫ് എന്നുള്ള തിയറി പോർഷൻ നന്നായിട്ടൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പോർഷൻസ് ക്ലിയർ ആവും. അപ്പം നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന്, ഡിസൈൻ ചെയ്യുന്നതിന് എപ്പോഴും എൻ്റെ ബിയറിങ്ങിൻ്റെ ലൈഫിനെ എനിക്ക് മില്യൺസ് ഓഫ് റെവല്യൂഷനിൽ റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ മില്യൺസ് ഓഫ് റെവല്യൂഷനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യണം, അതിനും നമുക്ക് ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷനെ സ്യൂട്ടബിളായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ലൈഫ് ഇൻ അവേഴ്സിൽ കിട്ടിയ ലൈഫിനെ എന്തിലേക്ക് മാറ്റാം? മില്യൺസ് ഓഫ് റെവല്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 375, പേജ് 375 ഇക്വേഷൻ 16.11a നോക്കുക.
അപ്പോൾ അവിടെ നിങ്ങൾക്ക് എഴുതാം ലൈഫ് ഇൻ റെവല്യൂഷൻ, സ്മാൾ എൻ എന്നും വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് എഴുതാം. സോ ലൈഫ് ഇൻ മില്യൺസ് ഓഫ് റെവല്യൂഷൻ LN ഈസ് ഈക്വൽ ടു 60 NLH ഡിവൈഡഡ് ബൈ 10⁻⁶. അപ്പോൾ അവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ പാരാമീറ്ററും അറിയാം. ഒന്ന് ബിയറിങ്ങിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, LH നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യും, ലൈഫ് ഇൻ അവേഴ്സ് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ ലൈഫ് ഇൻ അവേഴ്സ് എത്രയാണെന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ നോർമലി ഒരു സെലക്ഷൻ ഓഫ് ബിയറിങ്സിൽ ചെയ്യേണ്ടത്. അപ്പോൾ ലൈഫ് ഇൻ അവേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മില്യൺസ് ഓഫ് റെവല്യൂഷൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഗിവൺ ഡേറ്റ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്, ആക്സിയൽ ലോഡും എന്തുകൊണ്ട് റേഡിയൽ ലോഡും ഉണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്കിനി എന്ത് ചെയ്യണം, ഇക്വലൻ്റ് ലോഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ബിയറിങ്ങിൻ്റെ ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബോൾ ബിയറിംഗ് ആയാലും റോളർ ബിയറിംഗ് ആണെങ്കിലും സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ജനറൽ എക്സ്പ്രഷൻ ഞാനങ്ങ് എഴുതുക, എങ്ങനെയാണ് ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇക്വലൻ്റ് ലോഡ്, സോ ഇക്വലൻ്റ് ലോഡിനെ ബിയറിംഗ്, ഇക്വലൻ്റ് ലോഡിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് P വെച്ചിട്ടായിരിക്കും. സോ P ഈസ് ഈക്വൽ ടു XVFR പ്ലസ് YFA എന്നായിരിക്കും എൻ്റെ എക്സ്പ്രഷൻ എന്നാണ്. P ഈസ് ഈക്വൽ ടു XVFR പ്ലസ് YFA എന്നാണ് ഇക്വേഷൻ. ഇനി ഇവിടെ X എന്താണ്, V എന്താണ്, Y എന്താണ്, ഈ 3 ഫാക്ടേഴ്സും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പേജ് നമ്പർ 372 ഇക്വേഷൻ 16.6 അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബോൾ ബിയറിങ്ങിൻ്റെ ഇക്വലൻ്റ് ലോഡിൻ്റെ ഇക്വേഷൻ അവരവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ല തൊട്ടപ്പുറത്തെ പേജിൽ 16.7B പേജ് 373 അവിടെ നോക്കുകയാണെങ്കിൽ റോളർ ബിയറിങ്ങിൻ്റെ, അപ്പം ഇത് ബോൾ ബിയറിംഗ് ആണെങ്കിൽ ഇത് റോളർ ബിയറിങ്ങിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടാകും ബോൾ ബിയറിംഗ് ആണോ അതോ റോളർ ബിയറിംഗ് ആണോ എന്ന് അവർ പറയുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ മാത്രം കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുക. ഇക്വേഷന് വ്യത്യാസമൊന്നുമില്ല, എന്താണ് XVFR പ്ലസ് YFA എന്ന് തന്നെയാണ്. ഇനി എന്താണ് എക്സ്, എന്താണ് വി, എന്താണ് വൈ, അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ 16.6 കീഴിൽ നോക്കുവാണെങ്കിൽ ഇക്വേഷൻ 16, അതായത് എനിക്കൊരു ബോൾ ബിയറിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഇക്വേഷൻ 16.6 വേണം യൂസ് ചെയ്യാൻ, കാര്യം അതാണ് ബോൾ ബിയറിംഗിൻ്റെ ഇക്വേഷൻ. റോളർ ആണെങ്കിൽ എനിക്ക് 16.7B യൂസ് ചെയ്യണം. ഇക്വേഷൻ സിമിലർ ആണെങ്കിലും രണ്ട് ഇക്വേഷൻ പക്ഷേ യൂസ് ചെയ്യേണ്ട XY V എന്ന് പറയുന്ന 3 ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ 2 ടേബിളായിരിക്കും യൂസ് ചെയ്യുന്നത്. ബോൾ ബിയറിംഗ് ആണ് നമ്മൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷന് താഴെ തന്നെ 16.6 എന്ന് പറയുന്ന ഈ ഇക്വേഷന് താഴെ തന്നെ അവർ എഴുതിയിട്ടുണ്ട് ഏത് ടേബിൾ വേണം യൂസ് ചെയ്യാൻ, ടേബിൾ 16.3 വേണം യൂസ് ചെയ്യാൻ. ടേബിൾ 16.3 ഉള്ളത് പേജ് നമ്പർ 381. അപ്പോൾ പേജ് 381 എടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ഫാക്ടേഴ്സ് VXY ഫോർ ബോൾ ബിയറിംഗ്, അതിൻ്റെ ഇക്വേഷൻ പേജ് നമ്പർ 381. അപ്പോൾ പേജ് 3 എങ്ങനെയാണ് വാല്യൂ എടുക്കുന്നതെന്നൊക്കെ പറയാം. അപ്പം പേജ് 381 നിന്ന് വേണം ആ വാല്യൂസ് ചൂസ് ചെയ്യാൻ, ഏതിനാണ് ബോൾ ബിയറിംഗ് ആണെങ്കിൽ. ഇനി അതല്ല നമ്മൾ റോളർ ബിയറിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റോളർ ബിയറിങ്ങിന് ടേബിൾ 16.5 വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റേഡിയൽ റോളർ ബിയറിങ്ങിൻ്റെ VXY വാല്യൂ ചൂസ് ചെയ്യാൻ നമ്മൾ പേജ് 384 ടേബിൾ 16.5 വേണം ചൂസ് ചെയ്യാൻ. അപ്പം നമുക്ക് 2 കാറ്റഗറി ഓഫ് ബിയറിംഗ് ആണുള്ളത്, ബോളും റോളറും. ഇപ്പോൾ രണ്ടിൻ്റെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ജനറൽ എക്സ്പ്രഷൻ സെയിം ആണ്, പക്ഷേ ഫാക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത് 2 ഡിഫറെൻറ്റ് ടേബിളിൽ നിന്നായിരിക്കും. ഇനി അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, അപ്പം ഗിവൺ ഡേറ്റയിൽ നമ്മൾ ആദ്യം എന്താണ് ലൈഫ് ഇൻ അവേഴ്സ് കണ്ടുപിടിക്കുക. ലൈഫ് ഇൻ അവേഴ്സിനെ മില്യൺസ് ഓഫ് റെവല്യൂഷൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കുക. തന്നിരിക്കുന്ന റേഡിയൽ ലോഡും ആക്സിയൽ ലോഡും അല്ലെങ്കിൽ ആക്സിയൽ ത്രസ്റ്റും യൂസ് ചെയ്ത് ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയാണ് ഇനി എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാൻ പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു, എനിക്ക് ലൈഫ് ഇൻ അവേഴ്സും കിട്ടി. അപ്പോൾ ലൈഫ് ഇൻ അവേഴ്സും ഇവിടുത്തെ സിയും പിയും, സി എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്,
നിങ്ങൾ ഞാൻ ആ ടേബിൾ പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു സി എന്ന് പറയുന്നത് എൻ്റെ ഡൈനാമിക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റിയാണ്. സി എന്ന് പറയുന്നത് എൻ്റെ ഡൈനാമിക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ഇത് രണ്ടും തമ്മിലുള്ള ഒരു റിലേഷനുണ്ട്. ആ റിലേഷനും നമുക്കിവിടെ സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം ആ ഇക്വേഷൻസ് പേജ് 372 നോക്കി. അവിടെ പേജ് 372 എടുത്ത ഇക്വേഷൻ 16.4a, ഇക്വേഷൻ 16.4a എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോൾ ബിയറിംഗ് ആണെങ്കിൽ നോക്കി റിലേഷൻ ln = c/p the whole raised to 3 അല്ലെങ്കിൽ ഹോൾ ക്യൂബ് എന്ന് വരും. അതല്ല ഞാൻ യൂസ് ചെയ്യുന്നത് റോളർ ബിയറിംഗ് ആണെങ്കിൽ റോളർ ബിയറിങ്ങിന് 16.4b എന്ന് പറയുന്ന ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ln = c/p the whole raised to 1/3 എന്ന് പറയുന്ന ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പം ഈ ഇക്വേഷനിൽ നമുക്ക് നോൺ വാല്യൂ ഏതാണ്? ln അറിയാമോ ഇപ്പോൾ, അതുപോലെ ഈക്വലൻ ലോഡ് പറയും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഏത് ടൈപ്പ് ഓഫ് ബിയറിംഗ് ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാം? ഡൈനാമിക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാം. ആ ഡൈനാമിക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി എത്രയാണോ കിട്ടുന്നത് ആ കപ്പാസിറ്റിയെക്കാളും കൂടിയ ഒരു ബിയറിങ് നമ്മളുടെ ടേബിളിൽ നിന്നും സെലക്ട് ചെയ്യുക. അതാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള കാര്യം നമുക്ക് ലൈഫ് ഇൻ മില്യൺസ് ഓഫ് റെവല്യൂഷനിൽ കണ്ടുപിടിക്കുക, ഇക്വലൻ ലോഡും കണ്ടുപിടിക്കുക. ഈ റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് എന്ത് കണ്ടുപിടിക്കുക? സി വാല്യൂ കണ്ടുപിടിക്കുക. ഈ കിട്ടുന്ന സീനേക്കാളും ഹയർ സി വാല്യൂ ഉള്ള ഒരു പെർട്ടിക്കുലർ ബിയറിങ് സെലക്ട് ചെയ്യുക. അത് നമ്മൾ ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യും. ഇതാണ് നമ്മൾ നോർമലി ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പ്രോബ്ലം വെച്ച് പറയുന്നതായിരിക്കും ഈ എക്സ് എങ്ങനെയാണ്, വി എങ്ങനെയാണ്, വൈ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് എളുപ്പം. അതൊരു പ്രോബ്ലം വെച്ച് പറയുന്നതായിരിക്കും എളുപ്പം തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം പറയുകയാണ്. അപ്പോൾ ആ സിമ്പിൾ പ്രോബ്ലത്തിൽ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ സെലക്ട് എ സിംഗിൾ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ്. അപ്പം എനിക്കിവിടെ വേണ്ടുന്ന ഒരു സിംഗിൾ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എഴുതി എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് ഒരു സിംഗിൾ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് വേണം സെലക്ട് ചെയ്യാൻ. ബോൾ ബിയറിംഗ് ആണ്, സിംഗിൾ ഡീപ്പ് ഗ്രൂവ് ആണ്, അത് വേണം എനിക്ക് സെലക്ട് ചെയ്യാൻ. For a radial load of 4000 Newton, FR is equal to 4000 Newton, and an axial load FA is equal to 5000 Newton, and at a speed of, so n value is given as 1600 rpm, and an average life of 10 hours per day for an year of 5 years. നമുക്ക് 5 വർഷത്തേക്ക് ഇത്രയും അവേഴ്സ് പെർ ഡേ ആണ് നമ്മളുടെ വർക്കിംഗ് കണ്ടീഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? ഒരു ഈ ആപ്ലിക്കേഷന് ഇത്രയും ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സ്യൂട്ടബിളായിട്ടുള്ള ബിയറിംഗ് എനിക്ക് എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ബിയറിംഗ് ആണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ആലോചിച്ച് നോക്കുക. നമുക്കപ്പോൾ ലൈഫ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ലൈഫ് തന്നിട്ടുണ്ടായിട്ട് ആദ്യം ലൈഫ് ഇൻ അവേഴ്സ് എഴുതാം. ലൈഫ് ഇൻ അവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? 10 hours per day. അപ്പോൾ 10 hours per day, ഒരു ദിവസം 10 അവർ, അങ്ങനെ ഞാൻ പറയുന്നു. ഞാൻ ഇപ്പോൾ 365 ഡേയ്സ് തന്നെ വെക്കുകയാണെങ്കിൽ ഞാൻ 10 × 365, അപ്പോൾ ഒരു വർഷത്തേക്കുള്ളതായി ഇൻറ്റു അങ്ങനെ എത്ര വർഷമാണ്? 5 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്രയായിരിക്കും വാല്യൂ വരുന്നത്? 18250 അവേഴ്സ് എന്ന് പറയും. ഇത്രയും അവേഴ്സാണ് എനിക്ക് ഉള്ളത്. ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. അപ്പോൾ ലൈഫ് ഇൻ അവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അടുത്ത നമുക്ക് ചെയ്യേണ്ടത് എന്താ? മില്യൺസ് ഓഫ് റെവല്യൂഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ മില്യൺസ് ഓഫ് റെവല്യൂഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന നേരത്തെ പറഞ്ഞു ഏതാണ്? ഇക്വേഷൻ 16.11a പേജ് 375 ഇക്വേഷൻ എഴുതുക. സോ ln വാല്യൂ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 60 n LH divided by 10 raised to 6. So that will be 60 into n value is 1600 into 18250 divided by 10 raised to 6. അപ്പോൾ ഇത്രയും എന്താണ്? മില്യൺസ് ഓഫ് റെവല്യൂഷൻ ആണെന്ന് കിട്ടും. സോ അത് റൗണ്ട് ഓഫ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര മില്യൺസ് ഓഫ് റെവല്യൂഷൻ വരും? It comes around 1752 millions of revolution.
അത്രയും റെവല്യൂഷൻസ് ഒന്ന് കിട്ടും. അപ്പം നമ്മളുടെ ഗിവൺ ഡേറ്റയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമ്മുടെ കയ്യിലുള്ളത് FRും FAയുമാണ്. ഈ FRും FAയും യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇക്വലൻ ലോഡ്, അതാണ് പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ളത്, എങ്ങനെയാണ് ഇക്വലൻ ലോഡ് കാൽക്കുലേറ്റ്, എങ്ങനെ X വാല്യൂ Y വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് മേജർ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ പറഞ്ഞത് ആദ്യം ശ്രദ്ധിക്കുക, എനിക്ക് ഏത് ടൈപ്പ് ബിയറിംഗാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. ഒരു ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് ആണ് വേണ്ടത്. അപ്പോൾ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് ആണ് നമുക്കറിയാം. ഇക്വലൻ ലോഡിൻ്റെ ഇക്വേഷൻ P = XVFR + YFA എന്നുള്ളതാണ് എൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ XVY വാല്യൂസ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ നമ്പർ ഏതായിരുന്നു, ഇക്വേഷൻ 16.6 പേജ് 372 ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന ഫാക്ടേഴ്സ് ചൂസ് ചെയ്യാൻ ഏത് ടേബിളാണ്? ടേബിൾ 16.3 ടേബിൾ 16.3 വേണം. അപ്പോൾ 16.3 പേജ് 381. അപ്പോൾ പേജ് 381 പോവുക. പേജ് 381 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടാവും. ആ ടേബിളിൽ നിന്നും നമുക്ക് V വാല്യൂ, X വാല്യൂ, Y വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഉള്ളത് സിംഗിൾ റോ ബിയറിങ്. അപ്പോൾ ഇത് ഡീപ്പ് ഗ്രൂവ്, ഇവിടെ നോക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ബിയറിംഗ് ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിയറിംഗ് ടൈപ്പിൽ പറയുന്നുണ്ട് ഗ്രൂവ് ബോൾ ബിയറിങ് ഈ റോയാണ് വരുന്നത്. അപ്പോൾ ഈ റോയിൽ തന്നെ നമുക്ക് സിംഗിൾ റോയാണ് ഉള്ളത്. ഡബിൾ റോ ആണെങ്കിൽ അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ എക്സിന് ഡബിൾ റോയുടെ ഒരു കോളമുണ്ട്, അതുപോലെ വൈക്കും ഡബിൾ റോയുടെ ഒരു കോളമുണ്ട്. അതുപോലെ സിംഗിൾ റോ ആണെങ്കിൽ എക്സിന് ഒരു കോളമുണ്ട്, വൈക്ക് ഒരു കോളമുണ്ട്. ഇനി V എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു V എന്ന് പറയുന്നത് നമ്മുടെ റേസസ്, ഇന്നർ റേസും ഉണ്ട് ഔട്ടർ റേസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം റേസിൽ ഏതാണോ റൊട്ടേറ്റിംഗ്, ഏതാണോ സ്റ്റേഷനറി, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ V എന്ന് പറയുന്നത് റൊട്ടേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഫാക്ടർ. അപ്പോൾ അത് ഇന്നർ റേസ് റൊട്ടേറ്റിംഗ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി V വാല്യൂ എത്ര ആയിട്ടായിരിക്കും എടുക്കുന്നത്? 1 ആയിട്ടായിരിക്കും എടുക്കുന്നത്. അതല്ല ഇന്നർ റേസ് സ്റ്റേഷനറി ആണെങ്കിൽ 1.2 ആയിരിക്കും എടുക്കുന്നത്. യൂഷ്വലി എല്ലാ കേസിലും നമ്മൾ എപ്പോഴും എന്താണെന്ന് വിചാരിക്കുന്നത്, ഇന്നർ റേസ് റൊട്ടേറ്റിംഗ്. അപ്പോൾ V ബൈ ഡിഫോൾട്ട് എനിക്ക് എഴുതാം 1 ആണെന്ന് എഴുതാം. ഇനി എങ്ങനെ X വാല്യൂയും Y വാല്യൂയും ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമുക്ക് ഈ കോളത്തിൽ FA/C0 എന്ന് പറയുന്ന ഒരു കോളമുണ്ട്, അതുപോലെ E എന്ന് പറയുന്ന ഒരു കോളമുണ്ട്. അപ്പം E എന്ന് പറയുന്ന കോളം ലാസ്റ്റ് കോളത്തിൽ നോക്കുകയാണെങ്കിൽ E വാല്യൂ റേഞ്ചസ് ഫ്രം 0.19 to 0.44. ഞാൻ ഈ പറയുന്നത് ഒരു ഗ്രൂവ് ബോൾ ബിയറിങ്ങിൻ്റെ കേസ് മാത്രം. അതിൽ എറർ വാല്യൂ, ഇപ്പോൾ എറർ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ E വാല്യൂ വേരീസ് ഫ്രം 0.19 to 0.44. ദാറ്റ് മീൻസ് മാക്സിമം വാല്യൂ എത്രയാണ്? 0.44 ആണ് വരുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ FA/C0 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.014 തൊട്ട് 0.56 വരെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം വാല്യൂ എത്രയാണ്? 0.56 ആണ്. അപ്പം ഈ പ്രോബ്ലത്തിൽ, ഗിവൺ പ്രോബ്ലത്തിൽ നമുക്ക് ഡയമീറ്റർ അൺനോണാണ്. അപ്പോൾ നമുക്ക് ഡയമീറ്റർ അൺനോൺ ഉണ്ട്, റാൻഡമായിട്ട് ഒരു ബിയറിംഗ് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഡയമീറ്റർ നോൺ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിങ്ങിൻ്റെ പേജ് 367 ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിങ്ങിൻ്റെ ഡയമീറ്റർ സ്മാൾ ഡിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക്, ഇപ്പോൾ എനിക്ക് 100 mm ആയിരുന്നെങ്കിൽ അപ്പോൾ 100 mm കറസ്പോണ്ട് ആയി ഡയറക്റ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യാമായിരുന്നു? ഒരു ബിയറിംഗ് സെലക്ട് ചെയ്യാമായിരുന്നു. ആ ബിയറിംഗ് സേഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്താൽ നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ കേസിൽ ഡയമീറ്റർ എനിക്ക് അൺനോണാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ഈ ടേബിളിൽ വന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബിയറിംഗ് സെലക്ട് ചെയ്താൽ അത് സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ ചെറിയ ഒരു കറക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടേബിളിൻ്റെ തൊട്ടപ്പുറത്തെ പേജ് 383 എടുക്കുകയാണെങ്കിൽ അവരവിടെ പറയുന്നുണ്ട്, നോക്കി, ഫോർ സിംഗിൾ ഗ്രൂവ് ബിയറിംഗ് FA/VFR ≤ E ആണെങ്കിൽ X വാല്യൂ 1 Y വാല്യൂ 0 എടുക്കാൻ അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ≤ അത് ശ്രദ്ധിച്ചത്, ≤ E ആണ്. സിംഗിൾ റോ ആണേ. പക്ഷേ ടേബിളിൽ നോക്കുവാണെങ്കിൽ, ഇപ്പം ഞാനിവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി ഈ ടേബിൾ നോക്കുവാണെങ്കിൽ ആ ടേബിളിൽ അവർ ≤ E എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത്, ചെറുതായിട്ട് കറക്റ്റ് ചെയ്താൽ അത് അല്ല, അത് E ആണ്. ഓൾറെഡി ഇവിടെ ലെസ്ദാൻ്റെ കാര്യം പറഞ്ഞേക്കുന്നുണ്ട്, പിന്നെ വീണ്ടും ഈ ടേബിളിൽ ഇത് പറയുന്നത് എന്താണ്? കറക്റ്റ് അല്ല. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് അവർ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഇത് ≥ E എന്നുള്ള കണ്ടീഷനാണ്. അതുപോലെ തന്നെ ഇവിടെ E എന്നുള്ള കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡബിൾ നോക്കുവാണെങ്കിൽ ഡബിളിൻ്റെ ലെസ്ദാൻ്റെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഗ്രേറ്ററിൻ്റെയും കണ്ടീഷൻ ഉണ്ട്. അത് X വാല്യൂനും കൊടുത്തിട്ടുണ്ട്, Y വാല്യൂനും കൊടുത്തിട്ടുണ്ട്. അത് സിംഗിൾ റോയ്ക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ലെസ്ദാൻ ആണെങ്കിൽ X എത്ര എടുക്കണം എന്ന് പറഞ്ഞാൽ X 1 Y 0 എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ≤ E ആണെങ്കിൽ. അപ്പോൾ ഇത് ഒബ്വിയസ്ലി എന്തായിരിക്കും? E എന്നുള്ള കണ്ടീഷൻ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ കാര്യം ഓർക്കാനുള്ളൂ.
ഇനി എങ്ങനെയാണ് ഇത് ചൂസ് ചെയ്യാന്നുള്ളത്? ഇപ്പം ബൈ ഡിഫോൾട്ട് ഇവിടെ നമുക്ക് എന്താണ് ബിയറിംഗ് സെലക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയർ എന്ന് പറയുന്നത് FA/C0 വാല്യൂ മാക്സിമം എത്രയാണോ ആ വാല്യൂ അങ്ങ് ചൂസ് ചെയ്യും. എത്രയാണ് ഇവിടുത്തെ കേസിൽ FA/C0 എത്രയാണ്? 0.56. അപ്പോൾ നമ്മളവിടെ അസ്യൂം ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ ടേബിളിൽ പോവുക. ടേബിളിൽ പോയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് FA/C0 ഞാൻ എന്ത് ചെയ്തു? എത്രയായിട്ട് അസ്യൂം ചെയ്തു? 0.56 ആയിട്ട് അസ്യൂം ചെയ്തു. വി വിൽ അസ്യൂം FA/C0 as 0.56 from the table 16.3 page 381. And second assumption എന്ന് പറഞ്ഞാൽ we will assume that the inner race is rotating. ഇന്നർ റേസ് റൊട്ടേറ്റിംഗ് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ടേബിൾ നോക്കുകയാണെങ്കിൽ ഇന്നർ റേസ് റൊട്ടേറ്റിംഗ് ആണെങ്കിൽ എൻ്റെ വി വാല്യൂ എത്ര ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്? 1 ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ വി വാല്യൂ എത്ര ആയിട്ടാണ് എടുക്കുന്നത്? 1 ആയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ടേബിൾ നമ്പറിന് എൻ്റെ ഇ വാല്യൂ എന്ന് പറയുന്ന ലാസ്റ്റ് കോളം അത് വേരി ചെയ്യുന്നത് 0.19 തൊട്ട് 0.44 വരെ. എന്നാൽ ഈയുടെ മാക്സിമം വാല്യൂ ഈ വേരി ചെയ്യുന്ന എവിടെ തൊട്ടാൽ 0.192 എത്രയാണ്? 0.44 വരെയാണ്. ഇത്രയും കാര്യങ്ങൾ ആ ടേബിളിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്കറിയാവുന്ന കാര്യങ്ങൾ നോക്കുക. എനിക്ക് ഇനിയിപ്പം ഇക്വേഷനിൽ കൊടുക്കാനുള്ള ഒരു വാല്യൂ ആയി വി ആയി. ഇനി എനിക്ക് വേണ്ടുന്ന ആരൊക്കെയാണ്? എക്സും വൈയും വേണം. അപ്പോൾ എക്സും വൈയും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നോക്കിയേ, അവർ പറയുന്ന കണ്ടീഷൻ FA/VFR ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇ ആണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ആണോ എന്നുള്ള കണ്ടീഷൻ നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് V1 ആണെന്ന് കിട്ടി. FAയും VFR നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടാകും. അപ്പോൾ ഞാൻ എഴുതി FA നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് 5000 ന്യൂട്ടണും FR തന്നിരുന്നത് 4000 ന്യൂട്ടണോ. അപ്പോൾ ഞാൻ വാല്യൂ കണ്ടുപിടിച്ച് എന്താണ് FA/VFR എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചു. സോ എത്ര വരും? FA വാല്യൂ ഈസ് 5000 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4000. സോ 5/4 വരും. 5/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.25. അപ്പം FA/VFR എത്രയാണ്? 1.25. പക്ഷേ എൻ്റെ എറർ വാല്യൂ മാക്സിമം എത്ര വരെയുള്ളൂ? 0.4 വരെയുള്ളൂ. ദാറ്റ് മീൻസ് അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എൻ്റെ FA/VFR വാല്യൂ അപ്പോൾ എന്താണ്? വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഇ എന്നുള്ള കണ്ടീഷനാണ്. ഇയുടെ മാക്സിമം എത്രയേ ഉള്ളൂ? 0.44 ഉള്ളൂ. പക്ഷേ എനിക്ക് കിട്ടിയ FA/VFR എത്രയാണ്? 1.25 ആണ്. സോ ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദി മാക്സിമം ഇ വാല്യൂ. സോ അപ്പോൾ എൻ്റെ കണ്ടീഷൻ എന്താണ്? എനിക്ക് FA/VFR ഗ്രേറ്റർ ദാൻ ഇ എന്നുള്ള കണ്ടീഷൻ വേണം ഞാൻ ചൂസ് ചെയ്യാൻ. ആ കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ടേബിളിൽ നിന്ന് ഇപ്പോൾ FA/VFR ഗ്രേറ്റർ ദാൻ ഇ എന്നുള്ള കണ്ടീഷൻ. സോ എക്സ് വാല്യൂ മസ്റ്റ് ബി ടേക്കൺ ആസ് 0.56. So x value from table we can write x value as 0.56. ഇനി y വാല്യൂ കണ്ടുപിടിക്കണം. y വാല്യൂ കണ്ടുപിടിക്കണേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ yക്ക് ഓരോ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഓരോ വാല്യൂയും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? എൻ്റെ FA/C0 വാല്യൂ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് എങ്ങനെ FA/C0 ഞാൻ എത്ര എടുത്തേക്കുന്നത്? 0.56 എടുത്തേക്കുന്നത്. അപ്പോൾ 0.56ന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ്റെ y വാല്യൂ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. കാര്യം നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്തു എനിക്ക് എന്താണ് ബിയറിങ് അറിയാത്തതുകൊണ്ട്, ഡയമീറ്റർ അറിയാത്തതുകൊണ്ട് നമ്മൾ ബൈ ഡിഫോൾട്ട് അങ്ങ് അസ്യൂം ചെയ്യുകയാണ് 0.56. അപ്പോൾ 0.56ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0.56ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ്റെ y വാല്യൂ നോക്കിയ കണ്ടീഷൻ കറക്റ്റ് ആണോ? FA/VFR ഗ്രേറ്റർ ദാൻ ഈ സിംഗിൾ റോ ബിയറിംഗ് ആണ്. അപ്പോൾ അത് എത്രയാണ് എടുക്കേണ്ടത്? 1 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ടേബിളിൽ നിന്ന് അപ്പോൾ എനിക്ക് എത്ര ആയി? y വാല്യൂ എത്ര വന്നു? y ഈക്വൽ ടു 1 വന്നു. സോ y ഈക്വൽ ടു 1 വന്നു കഴിഞ്ഞാൽ P എത്ര വരും നോക്കിയേ? P വിൽ ബി ഈക്വൽ ടു XVFR പ്ലസ് YFA എന്ന് പറയുന്ന വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടുത്തെ നോക്കുകയാണെങ്കിൽ ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത്ര എക്സ് വാല്യൂ 0.56, വി വാല്യൂ 1, റേഡിയൽ ലോഡ് ഈസ് 4000 പ്ലസ് 1 ഇൻറ്റു FA വാല്യൂ ഈസ് 5000. സോ വാല്യൂ എഴുതുമ്പോൾ അപ്പോൾ എനിക്ക് എഴുതാം 0.56 ഇൻറ്റു 4000 plus 5000. So that comes around 7240 Newton. So എനിക്ക് എന്തും കിട്ടി? ഇക്വലൻ്റ് ലോഡിൻ്റെ വാല്യൂവും കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഡയമീറ്റർ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു കണ്ടീഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡയമീറ്റർ അറിയാമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അവിടുന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബിയറിംഗ് ചൂസ് ചെയ്തിട്ട് ആ C0 വാല്യൂ ഇട്ട് കറക്റ്റ് FA/C0 എത്ര നോക്കിയേനെ.
അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ വൈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത് ടേബിളിൽ നിന്നും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് ഡിഫോൾട്ട് ബിയറിംഗ് സെലക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം വാല്യൂ വെച്ചുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം വാല്യൂ വെച്ചുകൊണ്ട് ഡിസൈൻ ചെയ്ത് നോക്കുവാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ എനിക്ക് പി വാല്യൂയും കിട്ടി, തൊട്ട് മുന്നേ നമുക്ക് എൽ എൻ വാല്യൂയും കിട്ടി. ഇപ്പോൾ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്ത് ബിയറിംഗ്, ബോൾ ബിയറിംഗ്. അപ്പോൾ ബോൾ ബിയറിംഗ് ആണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞു ബോൾ ബിയറിംഗ് ആണെങ്കിൽ ഇക്വേഷൻ 16.4a പേജ് 372 എടുക്കണം. ലൈഫ് ഇൻ മില്യൺസ് ഓഫ് റെവല്യൂഷനും സിയും പിയും തമ്മിലുള്ള ആ റിലേഷൻ ഉണ്ട്. എൽ എൻ ഈസ് ഈക്വൽ ടു സി ബൈ പി ദ ഹോൾ റേസ് ടു 3. അപ്പോൾ ആ കണ്ടീഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതി. സോ വി ഹാവ് എൽ എൻ ഈസ് ഈക്വൽ ടു എന്താണ് സി ബൈ പി ദ ഹോൾ റേസ് ടു 3. സോ എൽ എൻ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയായിരുന്നു? എൽ എൻ വാല്യൂ കിട്ടിയത് 1752. സോ 1752 ഈക്വൽ ടു സി വാല്യൂ എണ്ണമാണ് സി ബൈ പി വാല്യൂ നമുക്ക് കിട്ടി 7240 ദ ഹോൾ റേസ് ടു 3. സോ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് സി. സി വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ സി വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര വരും? സി വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അറൗണ്ട് എൽ എൻ റേസ് ടു 1 1752 റേസ് ടു 1/3 ഇൻറ്റു 7240. സോ ദാറ്റ് കംസ് അറൗണ്ട് 87280.37 ന്യൂട്ടൺ. അപ്പോൾ എനിക്ക് ഇത്രയും ഡൈനാമിക് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ള ഒരു ബിയറിംഗ് ആണെങ്കിൽ ആ ബിയറിംഗ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഗിവൺ കണ്ടീഷൻസിൽ നിന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. നമ്മൾ കുറേ ഡേറ്റ അസ്യൂം ചെയ്തു, അപ്പോൾ അതിൽ നിന്ന് റഫായിട്ടൊരു ഡൈനാമിക് ലോഡ് വാല്യൂ എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഡൈനാമിക് വാല്യൂവിനേക്കാളും ഹയർ ഡൈനാമിക് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ള ഒരു ബിയറിംഗ്, മിനിമം ഇത്രയും ഡൈനാമിക് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഇതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു ബിയറിംഗ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? 87,000 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സിംഗിൾ ഗ്രൂവ് ബോൾ ബിയറിങ്ങിൽ പോയിട്ട് നമുക്ക് 62 സീരീസും ഉണ്ട്, അതുപോലെ തന്നെ 63 ഉണ്ട്. അപ്പം നോർമലി 63 സീരീസ് കുറച്ച് ഹയർ സീരീസ് ആയിരിക്കും, അപ്പോൾ അതായിരിക്കും നല്ലത് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം 63 സീരീസ് ചെയ്യാണ്. 62 ചെയ്യേണ്ടവർക്ക് അത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സി വാല്യൂ, അപ്പോൾ ടേബിളിൽ സി എന്ന് പറയുന്നത് എത്രാമത്തെ കോളമാണ്? 8ാമത്തെ കോളം. അപ്പോൾ 8ാമത്തെ കോളത്തിൽ ഈ 87,000-നേക്കാളും ഹയർ വരുന്ന വാല്യൂ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി 79,000 ഉണ്ട്, ഇവിടെ 89,000 ഉണ്ട്. എനിക്ക് പക്ഷേ 87,000 ആണ്. അപ്പോൾ ഈ ബിയറിംഗ് എനിക്ക് ചൂസ് ചെയ്യാം, കാര്യം വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 87,000. സോ ഈ ബിയറിംഗ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും ബിയറിംഗ് ഏതാ 75 BC03 ആൻഡ് ഇറ്റ്സ് സി വാല്യൂ ഈസ് 7110 ന്യൂട്ടൺ ആൻഡ് സി ഈക്വൽ ടു 89280. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ടേബിളിൽ നിന്ന് എഴുതി. അപ്പോൾ നമ്മളവിടെ എഴുതും ഫ്രം ടേബിൾ ഫ്രം ടേബിൾ 16.9b പേജ് 388 ഫോർ സി ഗ്രേറ്റർ ദാൻ 87280 നമുക്ക് കിട്ടിയത് ഇത്രയായിരുന്നു. അപ്പോൾ അതിനേക്കാളിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടേബിളിൽ നോക്കുകയാണെങ്കിൽ നമുക്കുള്ളത് 89280 ന്യൂട്ടൺ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബിയറിംഗാണ്? ദാറ്റ് ഈസ് ഏത് ബിയറിംഗ്? 75 BC03. അതിൻ്റെ SKF നമ്പർ നോക്കുകയാണെങ്കിൽ 6315 എന്ന് പറയുന്ന ബിയറിംഗ് സെലക്ട് ചെയ്തു. അതിൻ്റെ C0 വാല്യൂ ഞാൻ നോക്കി. C0 വാല്യൂ വരുന്നത് 71100 ന്യൂട്ടൺ. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ അനുസരിച്ചിട്ട് സേഫ് ആകാൻ സാധ്യതയുള്ള ഒരു ബിയറിംഗ് നമ്പർ ഇവിടെ സെലക്ട് ചെയ്തു. ഇത് 63 സീരീസാണ്. അപ്പോൾ ആലോചന ഇത് 63 സീരീസാണ്. അപ്പോൾ ഇനി ഇത് സേഫ് ആണോ അല്ലയോ നോക്കണം. ഇത് സേഫ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നോക്കി, ഇപ്പോൾ എനിക്ക് FA വാല്യൂ അറിയാം, C0 വാല്യൂ അറിയാം. അപ്പോൾ എനിക്കിവിടെ എന്ത് ചെയ്യാം? ഈ കേസിൽ FA/C0 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. നോക്കി, ഇത്ര FA വാല്യൂ 5,000 ആയിരുന്നു. 5,000 ഡിവൈഡഡ് ബൈ 71100 നോക്കി. അപ്പോൾ എനിക്ക് വരുന്നത് 0.07 എന്നായിരിക്കും വരുന്നത്. പഴയതുപോലെ തന്നെ ഞാൻ വീണ്ടും നമുക്കറിയാം ഈ കേസിൽ FA/VFR ഈ വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല. അത് എത്ര തന്നെ വരുന്നത്? 1.25. സോ ഗ്രേറ്റർ ദാൻ എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പഴയ പോലെ തന്നെ നമ്മൾ ടേബിൾ 16.3 എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് പഴയ പോലെ തന്നെ എക്സ് വാല്യൂ എത്ര തന്നെ വരുന്നത്? 0.56 തന്നെയാണ് വരുന്നത്.
പക്ഷേ വൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ട്. കാര്യം നോക്കി, ഇവിടെ വൈ വാല്യൂ ഞാൻ പറഞ്ഞു, വൈ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനേയും കൂടെ FA/C0. ഇവിടെ എൻ്റെ FA/C0 വാല്യൂ മാറി. ഇവിടുത്തെ കേസിൽ ഇപ്പോൾ FA/C0 എനിക്ക് എത്ര വന്നത് 0.07 ആണ്. അപ്പോൾ ഞാൻ നോക്കി ടേബിളിൽ എനിക്ക് 0.056 ഉണ്ട്, 0.084 ഉണ്ട്. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ഏത് വരുന്നത് 0.07 വരുന്നത്. അപ്പോൾ അത് എനിക്ക് കറക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തെങ്കിൽ മാത്രമേ വൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ സിമ്പിൾ ലീനിയർ ഇൻ്റർപ്രേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കി ടേബിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചെഴുതുക. അപ്പോൾ എനിക്ക് ടേബിളിലുള്ളത് 0.056ൻ്റെ വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ 0.084ൻ്റെ വാല്യൂ ഉണ്ട്. എനിക്ക് വേണ്ടുന്ന ഇതിനും ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ, അത് എത്രയായിരുന്നു 0.07. FA/C0 എനിക്ക് കിട്ടിയത് 0.07. ആ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം 0.056ന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിളിൽ എനിക്ക് വൈ വാല്യൂ എത്ര ഉണ്ട് 1.71 ഉണ്ട്. ഇതിൻ്റെ വൈ വാല്യൂ അറിയത്തില്ല. ഈ 0.084ന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് വാല്യൂ 1.55 ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വൈ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കുക, ഇത് എക്സ് വാല്യൂസും ഇത് വൈ വാല്യൂസും നമുക്ക് ഇൻ്റർപോളേഷൻ പറയാം. x-x1/x2-x1 ഈസ് ഈക്വൽ ടു y-y1/y2-y1 എന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ എനിക്ക് വൈ വാല്യൂ കിട്ടുന്നത് 1.63 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എക്സ് വാല്യൂ, പുതിയ എക്സ് വാല്യൂയും പുതിയ വൈ വാല്യൂ ആയി. അത് വെച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുക, ഈക്വലൻ്റ് ലോഡ് കണ്ടുപിടിക്കുക. എന്താണ് XVFR പ്ലസ് YFA എന്ന് പറയുന്ന കണ്ടീഷൻ ഇട്ട് നോക്കുക. ഇവിടെ ആകെ വ്യത്യാസം വൈ വാല്യൂ മാത്രം മാറി. നേരത്തെ 1.9 സംതിങ് ആയിരുന്ന സാധനം ഇപ്പോൾ എത്രയായി 1.9 ആയിരുന്നു. ഇപ്പോൾ ഈ കേസിൽ 1.63 ആയിട്ട് കുറഞ്ഞു. 1 ആയിരുന്ന സാധനം ഇപ്പോൾ 1.63 ആയിട്ട് റൈസ് ചെയ്തു. സോ അപ്പോൾ ഇവിടെ ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വലൻ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വരുന്നത് ഇറ്റ് ഈസ് അറൗണ്ട് 10,000 സംതിങ് വാല്യൂ വരും. ഇത്രയും വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എത്രയാണോ ഇത്രയും വാല്യൂ വരുന്നുണ്ട്. അപ്പം വീണ്ടും പി ഉണ്ട്. നമുക്ക് എന്തുണ്ട്, ലൈഫ് ഇൻ ln ഈസ് ഈക്വൽ ടു C/P3 എന്നുള്ള കണ്ടീഷൻ നോക്കി. അത് വെച്ചുകൊണ്ട് ഞാൻ ഒന്നും കൂടെ സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. സോ സി വാല്യൂ വരുന്ന വാല്യൂ 100,490 ന്യൂട്ടൺ എന്നാണ് വരുന്നത്. പക്ഷേ എനിക്ക് എത്രയുണ്ട്, സി വാല്യൂ എത്രയേ ഉള്ളൂ 89,000 ഉള്ളൂ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 89,280. ഞാൻ സെലക്ട് ചെയ്ത ബിയറിംഗ് ബിയറിങ്ങിൻ്റെ കപ്പാസിറ്റി ഇത്രയും ന്യൂട്ടൺ ആയിരുന്നു. പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത ബിയറിങ്ങിൻ്റെ ഡേറ്റാസ് വെച്ചുകൊണ്ട് വീണ്ടും ഡൈനാമിക് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കും, അതിനേക്കാളും കൂടുതലായിരുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സേഫ്. ഇപ്പം ഇത് സേഫ് അല്ല. അപ്പോൾ ഇത് സേഫ് ആവണേ. അപ്പോൾ നോക്കി, ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്രയാണ് ഡൈനാമിക് ലോഡ്. ഇതിനേക്കാളും ഹയർ ആയിട്ടുള്ള എന്ത് ചെയ്യുക, ഇതിനേക്കാളും ഹയർ സി വാല്യൂ ഉള്ള പുതിയൊരു ബിയറിങ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ബിയറിങ്ങിൽ പോയി വീണ്ടും 63 സീരീസിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ എനിക്ക് എത്രയാണ് എത്രയാണ് നേരത്തെ ഉള്ളതിനേക്കാളും 100,490. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ 101,500 എന്ന് പറയുന്ന സി വാല്യൂ എന്നത് സി വാല്യൂ 107,870. എനിക്കുള്ളത് 100,490 ആണ് കിട്ടിയത്. പക്ഷേ ഇവിടെ ടേബിളിൽ നോക്കുകയാണെങ്കിൽ അതിനേക്കാളും ഹയർ ആയിട്ടുള്ളത് 101,500 എന്ന് പറയുന്നത് കൊണ്ട്, അതുപോലെ 107,870 ഉണ്ട്. അപ്പം ഞാൻ തൊട്ടടുത്ത വാല്യൂ എടുക്കാതെ ഇച്ചിരി ഹയർ വാല്യൂ അങ്ങ് എടുത്തു. അങ്ങനെ എടുക്കാനുള്ള അഡ്വാൻറ്റേജ് അത് കുറച്ചും കൂടെ സേഫ് ആകാൻ സാധ്യതയുണ്ട്. കുറച്ച് ഹയർ വാല്യൂ ചൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. 101,500 എടുക്കേണ്ടവർക്ക് അത് എടുത്ത് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. സേഫ് അല്ലെങ്കിൽ വീണ്ടും തൊട്ടടുത്ത ഹയർ വാല്യൂ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനേക്കാൾ കുറച്ചും കൂടെ കിട്ടിയ വാല്യൂവിനേക്കാൾ കുറച്ചും കൂടെ ഹയർ വാല്യൂ ചൂസ് ചെയ്തതെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടേബിളിൽ നിന്ന് വീണ്ടും എൻ്റെ ബിയറിങ്ങിനെ ഞാൻ മാറ്റി. അപ്പോൾ ഞാൻ പുതിയ ബിയറിങ് സെലക്ട് ചെയ്തത്, അതിൻ്റെ സി വാല്യൂ എത്ര 107,870 ന്യൂട്ടൺ ആണ്. അതിൻ്റെ C0 വാല്യൂ വരുന്നത് 96,110 ന്യൂട്ടൺ. ആ ബിയറിങ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടേബിളിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും 90 BC03 SKF എത്രയാണ് 6318 എന്ന് പറയുന്ന ബിയറിങ് ചൂസ് ചെയ്തു. ഇനി ഈ ബിയറിങ് സേഫ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എഗെയിൻ ഞാനിവിടെ എന്ത് ചെയ്തു, FA/C0 വാല്യൂ ചെക്ക് ചെയ്തു. FA വാല്യൂ എത്രയായിരുന്നു 4,000 ആയിരുന്നു. 5,000 ആയിരുന്നു. 5,000 ഡിവൈഡ് ബൈ പുതിയ സി വാല്യൂ 107,870 എന്നുള്ള വാല്യൂ എടുത്തു. അപ്പോൾ എനിക്ക് എത്രയായിരുന്നു 0.052 എന്നാണ് വരുന്നത്. ദെൻ പഴയ പോലെ തന്നെ നോക്കി, FA/VFR വാല്യൂവിന് വ്യത്യാസമൊന്നുമില്ല. അത് എത്രയാണ് 1.25 വരുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഇ ആണ്. അങ്ങനെയാണ് എനിക്കറിയാം ഫോർ FA/VFR ഗ്രേറ്റർ ദാൻ ഇ ഫ്രം ടേബിൾ 16.2
3 എക്സ് വാല്യൂ ഈക്വൽ ടു 0.56. ഇനി വൈ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കി ഇവിടെ എനിക്ക് 0.052 ആണ്. ടേബിളിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ വീണ്ടും 16.3 എന്ന് പറയുന്ന ടേബിളിൽ വരുവാണെങ്കിൽ എനിക്ക് 0.056ൻ്റെ വാല്യൂ ഉണ്ട്, അതിൽ 0.084 ഉണ്ട്. ഇപ്പോൾ എനിക്ക് വന്നത് 0.052 എന്നാവുന്നത് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എനിക്ക് എന്താണെന്ന് എടുക്കാം 0.056നോട് അടുത്തായത് ഇൻ്റർപോളേഷൻ നടത്തണമെന്ന് നിർബന്ധമില്ല, കാര്യം ഇതിന് 0.05 വെരി ക്ലോസ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ നോക്കുകയാണെങ്കിൽ വൈ വാല്യൂ സിംഗിൾ റോയ്ക്ക് വൈ വാല്യൂ വരുന്നത് എത്രയാണ്, ഗ്രേറ്റർ ദാൻ എന്നുള്ള കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ എത്ര വരും, 1.7 വരും, 1.71 എന്ന് വരും. സോ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ടേബിളിൽ നിന്ന് അപ്പം വൈ വാല്യൂ 1.71 എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. സോ ഈ രണ്ട് വാല്യൂ വെച്ച് അപ്പോൾ പുതിയ എക്സ് വാല്യൂ വൈ വാല്യൂ അഗെയിൻ വി വിൽ കാൽക്കുലേറ്റ് പി ഇസിക്കൽ ടു എക്സ് വി എഫ് ആർ പ്ലസ് വൈ എഫ് എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്തു. അത് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ലോഡ് വരുന്നത് 10740 ന്യൂട്ടൺ എന്ന് വരും. സോ എഗെയിൻ എൽ എൻ ഇസ് ഈക്വൽ ടു സി ബൈ പി ദ ഹോൾ റേസ് ടു 3 എന്നാണ് കണ്ടീഷൻ. അവിടെ എൽ എൻ വാല്യൂ അറിയാം, പി വാല്യൂ അറിയാം, പുതിയ സി വാല്യൂ കാൽക്കുലേറ്റഡ് സി വാല്യൂ എത്രയാണെന്ന് നോക്കി. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് 104710 ന്യൂട്ടൺ എന്നാണ് വരുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എനിക്ക് 107870 ന്യൂട്ടൺ ആയത്, പക്ഷേ എനിക്ക് ഇപ്പം 1047 ഉള്ളത്. സോ ദാറ്റ് മീൻസ് വിച്ച് ഈസ് ലെസ് ദാൻ ദി സ്റ്റാൻഡേർഡ് വാല്യൂ. ആ ബിയറിങ്ങിൻ്റെ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റിയെക്കാളും താഴെയാണ് കാൽക്കുലേറ്റഡ് വാല്യൂ. ദെയർഫോർ ദിസ് ബിയറിംഗ് ഈസ് എന്താണ്, സേഫ്. അതുകൊണ്ട് ബിയറിംഗ് സേഫ് ആണ്. അതുകൊണ്ട് ഫോർ ദിസ് പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ വി വിൽ സെലക്ട് 63 സീരീസ്. 63 സീരീസിൽ എത്രയാണ് 90 BC03 എന്ന് പറയുന്ന ബിയറിംഗ് വിത്ത് SKF 6318 വിൽ ബി ചൂസൺ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു റോളിംഗ് കോണ്ടാക്ട് ബിയറിംഗ് അല്ലെങ്കിൽ ബോൾ ബിയറിംഗ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ സി വാല്യൂ കിട്ടുന്നതിനേക്കാളും തൊട്ടടുത്ത ഹയർ വാല്യൂ വേണമെന്നില്ല, അതിനേക്കാൾ കുറച്ചും കൂടെ ഹയർ വാല്യൂ എടുക്കുക. മിനിമം ഇത്രയും വേണമെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ ഹയർ വാല്യൂ എടുത്തുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് ഹയർ ആയിട്ട് പോകരുത്, 1-2 സ്റ്റെപ്പ് ചാടിയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. അടുത്ത ലെക്ചറിൽ നമ്മൾ ഇതിൻ്റെ റിലയബിലിറ്റി പ്രോബ്ലവും സൈക്ലിക് ലോഡിങ് വരുമ്പോൾ എങ്ങനെയാണ് ബിയറിംഗ് ഡിസൈൻ ചെയ്യുന്നുള്ള കാര്യങ്ങളുമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ടെലിഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകൾ ഏത് സമയം വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. എക്സാം അടുത്ത് വരികയാണ്, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ.